ഹായ് ഹലോ ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്ന് എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വന്ന വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ടിപ്സ് പറയാൻ വന്നത് നമ്മുടെ ബ്യൂട്ടി ടിപ്സൊന്നും അല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങളിൽ ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു കേടോ അല്ലെങ്കിൽ അഴുക്കോ അങ്ങനെയൊക്കെ പറ്റുന്ന സമയത്ത് നമുക്ക് അതെങ്ങനെ പുതിയതുപോലെ ആക്കാം എന്നുള്ള ഒരു ടിപ്സ് ഞാൻ പറയാൻ പോവുകയാണ്. അതായത് നമ്മൾ വീട്ടിലുള്ള സ്വിച്ചുകൾ, അപ്പോൾ സ്വിച്ചൊക്കെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് സ്വിച്ചിലെല്ലാം എന്ത് ചെയ്യുക, ചെളി കണക്ക് പറ്റാറുണ്ട്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് തുടച്ച് വൃത്തിയാക്കി നല്ല പളപള തിളങ്ങുന്ന, അതായത് നല്ല വെണ്മയോടുകൂടിയ സ്വിച്ചുകളും ആക്കാൻ കഴിയും എന്നുള്ളത് നോക്കാം. അതുപോലെ ഫാനിൻ്റെ ബട്ടൺ, ഫാനിൻ്റെ പുറത്തിരിക്കുന്ന അഴുക്ക്, ഇതെല്ലാം കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളൊരു കോട്ടൺ എടുത്തതിന് ശേഷം കുറച്ച് സ്പിരിറ്റ് ഒഴിച്ച് വയ്ക്കുക. ഈ സ്പിരിറ്റിൽ മുക്കി നമ്മൾ ഈ സ്വിച്ചുകളും ഫാനുകളും ഒക്കെ തുടയ്ക്കുകയാണെങ്കിൽ നല്ല പുതിയതുപോലെ തിളങ്ങും. അപ്പോൾ നിങ്ങൾ ആ ഒരു ടിപ്സ് നിങ്ങൾ ചെയ്തു നോക്കുക. ഇനിയൊരു ടിപ്സ് പറയാൻ വന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ പാവയ്ക്ക വേവിക്കുമ്പോൾ എത്ര നല്ല രീതിക്ക് നമ്മൾ വേവിച്ചെടുത്താലും ചിലപ്പോൾ തോരൻ വെച്ചാലും ഒക്കെ നല്ല കയ്പ്പായിരിക്കും. അതുപോലെ തന്നെ ചില പാവയ്ക്ക കഴിക്കത്തില്ല, എങ്കിലും പാവയ്ക്ക ഏതാണ്ടുള്ളതൊക്കെ നല്ല എന്ത് ചെയ്യും, കഴിക്കും. അപ്പോൾ പാവയ്ക്ക വേവിക്കുന്ന വെള്ളത്തിൽ അല്പം, ആ വെള്ളത്തിൽ ഒരു സ്പൂൺ തൈര് ചേർത്ത ശേഷം ഈ പാവയ്ക്ക കട്ട് ചെയ്തിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഏത് കറി ഉണ്ടാക്കാനായാലും എന്ത് ചെയ്യും, കയ്പ്പ് എന്തായാലും പിടിക്കത്തില്ല. അതുപോലെ മറ്റൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ മലക്കറികളിൽ